ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ, മാത്സിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്ന ഒരു പോർഷനാണല്ലോ റേഷ്യോ. റേഷ്യോയിൽ വളരെ ബേസിക് ആയിട്ട് അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് A:B തരുന്നു 3:5, B:C തരുന്നു അത് 4:9 ആണ്. എങ്കിൽ A:B:C കണ്ടുപിടിക്കുക. അതല്ല എങ്കിൽ A:C കണ്ടുപിടിക്കുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതേ ഉള്ളൂ. ഈ രണ്ട് റേഷ്യോനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബി ആണ് അല്ലെ. അപ്പോൾ ബിയിൽ ഒരു സ്ഥലത്ത് 5 ആണെങ്കിൽ അടുത്തത് 4 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാതെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന പണി ഇത്രയേ ഉള്ളൂ. ഇതിൽ എ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് 3 × 4 എത്ര വരും? 12:2. ഇനി അടുത്തത് ബിയുടേതാണ് വേണ്ടത്. ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലയർ 4 × 5 20. പിന്നെ അടുത്ത ലാസ്റ്റ് സി കണ്ടുപിടിക്കുക 5 × 9 അതായത് 45. ഇതായിരിക്കും ആൻസർ. വേറെ കൂടുതലൊന്നും നമ്മൾ ആലോചിച്ച് സമയം കളയേണ്ട, പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി ഒരു പക്ഷേ നമുക്ക് A:C മാത്രം മതി എന്ന് വിചാരിക്കുക. A:C മാത്രം മതി എങ്കിൽ ദാ ഇതിലിപ്പോൾ ഈ കാണുന്ന 3 × 4 ഉണ്ടല്ലോ, അത് ചെയ്യാം. ഈസ് ലാസ്റ്റ് 5 × 9 45. കണ്ടോ, ഇവിടെ അങ്ങോട്ട് കാര്യം കഴിയും. 12:45, അതായത് ഈ മിഡിൽ ടേം വേണ്ട, അത്രയും കൊണ്ട് പരിപാടി കഴിയും. ഇനി ഇതിന് ശേഷം ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീണ്ടും ചെയ്യാം കേട്ടോ. ഇപ്പോൾ 12:45 എന്ന് പറയുന്നതിൽ കോമൺ ആയിട്ട് 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 വെച്ച് ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4:15 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ റേഷ്യോ ഇതായിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് നമുക്ക് നേരെ ഇങ്ങനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം റെഡ്യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ റെഡ്യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ.